ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളോടൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. SSC എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന പേഴ്സൺസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി, അതായത് നമ്മൾ PWD എന്ന കാറ്റഗറിയിൽ പറയാറുണ്ട് അല്ലേ. പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ്, അത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സ് നിങ്ങൾ SSC എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം SSCയിൽ PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഒരുപാട് വേക്കൻസി വരാറുണ്ട്. നമ്മുടെ എല്ലാ തരത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ജോലികളിലും ഓടുന്നയോ ചാടുന്നയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് വരുന്ന ജോലികളല്ല, സിറ്റിംഗ് ആയിട്ടുള്ള ടൈപ്പിംഗ് ആയിട്ടുള്ള ഓഫീസ് ജോലികളും ക്ലർക്ക് ജോബുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സിന് നല്ല റിസർവേഷനും വരുന്നുണ്ട്. നമ്മുടെ ഏജ് റിലാക്സേഷൻ തന്നെ, അതായത് നിങ്ങൾ ഇത്തരത്തിൽ പെടുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ, അത് തന്നെ നിങ്ങളൊരു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അതിൻ്റെ കൂടെ തന്നെ SC ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 15 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടാകും. OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 13 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടാകും. അപ്പോൾ SSCയിൽ നിങ്ങൾ ജോലി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പറയുന്നത് പുതിയതായിട്ട്, അതായത് നവംബർ 2025 നവംബർ 17 വന്നിരിക്കുന്ന ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം. ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഓൺ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്സ് ഫോർ SSC എക്സാമിനേഷൻ. സോ ബേസിക്കലി നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോർമാറ്റിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റിന് ശേഷം, അതായത് നോട്ടിഫിക്കേഷൻ ഡേറ്റഡ് 16 ഒക്ടോബർ 2024, ഇതിന് ശേഷം വന്നിരിക്കുന്ന എല്ലാ എക്സാമിനും, ഇപ്പോൾ ഓൺഗോയിങ് ആയിരിക്കുന്ന എക്സാം ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇതിന് ശേഷം വന്നിരിക്കുന്ന എക്സാംസിൽ എല്ലാം തന്നെ നിങ്ങൾ സാധാരണ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് 3 സർട്ടിഫിക്കറ്റ്സ് ആയിരുന്നു, അല്ലെങ്കിൽ 3 ഫോംസ് ആണ് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളതിനെ 5, 6, 7 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം ആ പ്രോസസ്സ് ഒന്നുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ 2 ഫോം മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന ഫോമാറ്റ് കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിരുന്നു. സിംഗിൾ ഡിസബിലിറ്റി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പം വന്നിരിക്കുന്ന ഈ ചേഞ്ച് പ്രകാരം നിങ്ങൾക്ക് 2 ഫോംസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതായത് 5, 6, 7 എന്നാണ് ഫോംസ് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഫോം 5 നിങ്ങൾക്ക് സിംഗിൾ ഡിസബിലിറ്റി അല്ലെങ്കിൽ 1 ഡിസബിലിറ്റി ആണോ ഉള്ളതെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ആണോ ഉള്ളതെങ്കിൽ ഫോം 6 സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് SSCയുടെ കീഴിൽ നടക്കുന്ന എല്ലാ എക്സാംസിനും ഇത് ബാധകമാണ് കേട്ടോ. SSCയുടെ കീഴിൽ വരുന്ന എല്ലാ എക്സാംസിനും ഇതേ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. അപ്പോൾ നേരത്തെ കൺഫ്യൂസിങ് പ്രൊസീജിയർ ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ഇപ്പോൾ എന്താണ് സിംഗിൾ ഡിസബിലിറ്റി, എന്താണ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നൊക്കെ ആയിരിക്കും. പേടിക്കേണ്ട, നമ്മളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. ദീസ് അപ്ഡേറ്റഡ് ഫോർമാറ്റ്സ് റീപ്ലേസ് ദ പ്രീവിയസ് 3 ഫോംസ് എന്നിവിടെ തന്നിട്ടുണ്ട്. സോ 5നും 6നും 7ന് പകരമായിട്ടാണ് നമ്മളിവിടെ 5ഉം 6ഉം മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതിൻ്റെ ഡിക്ലറേഷനൊക്കെ ഉണ്ട്. ഇതിൻ്റെ താഴത്തെ പേജസിലേക്ക് വരുന്നത് അതിൻ്റെ ഫോമാറ്റാണ്. ഓക്കെ, സോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന എക്സാമിലോ അല്ലെങ്കിൽ കറൻ്റ്ലി ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഓൺഗോയിങ് ആയിട്ട് വരുന്നതിന് കുഴപ്പമില്ല. അതിന് SSC ന്യൂ ഫോമും ഓൾഡ് ഫോമും രണ്ടും അക്സെപ്റ്റ് ചെയ്യും. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, സോ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സിന് ഇത് ബാധകമല്ല. സോ 16 ഒക്ടോബർ 2024 ശേഷം വന്നിരിക്കുന്നതായിട്ടുള്ളതും ഇപ്പം റിക്രൂട്ട്മെൻറ്റ് ഉള്ളതുമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസിന് ഇത് ബാധകമല്ല. അതോർത്ത് ആരും ടെൻഷൻ ആവേണ്ട. നിങ്ങളുടെ കാൻഡിഡേച്ചർ അത് വെച്ചിട്ട് യാതൊരു റിജക്ഷനും സംഭവിക്കാൻ പോകുന്നില്ല. Clear ആയല്ലോ എല്ലാവർക്കും? Okay, so it has been decided by the commission that for all the exams where the notices were issued after 16/10/2024 and the recruitment process has not been completed, candidates may submit their disability certificate in either the revised or the new format എന്നിവിടെ ക്ലിയർലി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫോമിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ 5, 6, 7 പകരം ഇപ്പോൾ 5ഉം 6ഉം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ എന്താണ് ഫോം 5 എന്ന് ആദ്യം നോക്കാം. സോ നിങ്ങൾക്കൊരു സിംഗിൾ ഡിസബിലിറ്റി ആണ് വരുന്നതെങ്കിൽ അതിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഫോമാണ് ഫോം 5 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സിംഗിൾ ഡിസബിലിറ്റി എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. സോ അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും ഫോർ എക്സാമ്പിൾ അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൈൻഡ്നെസ് ഉണ്ട്, പിന്നെ ലോ വിഷൻ ഉണ്ട്, പിന്നെ ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ലോക്കോമോട്ടർ ഡിസബിലിറ്റി, മസ്കുലർ ഡിസ്ട്രോഫി, ലെപ്രോസി ക്യൂർഡ്, പിന്നെ ഡ്വാർഫിസം, സെറിബ്രൽ പാൽസി, ആസിഡ് അറ്റാക്ക് വിക്ടിം, ലോ വിഷൻ, ബ്ലൈൻഡ്നെസ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസബിലിറ്റി, intellectual disability, specific learning disabilities, autism spectrum disorder, mental illness, chronic neurological conditions, multiple sclerosis, Parkinson's disease, hemophilia, thalassemia, single cell disease. അപ്പോൾ ഇത്രയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 20 ഈ ലിസ്റ്റിലെ 20 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സിംഗിൾ ഡിസബിലിറ്റി ക്രൈറ്റീരിയനാണ് സാറ്റിസ്ഫൈഡ് ആവുക. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഫോം എന്ന് പറയുന്നത് ഈ ഫോം 5 ആണ്. ഓക്കെ, സോ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ഓഫ് സിംഗിൾ ഡിസബിലിറ്റി. ഇപ്പോൾ ഞാൻ വായിച്ചിരിക്കുന്ന ഇത് നെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മളിത് ആഡ് ചെയ്തിടാം. സോ ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിലേതാ ഇതുപോലെ നിങ്ങളുടെ ഏത് അതോറിറ്റി ആണോ ഇത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ സിഗ്നേച്ചർ, അവരുടെ ഹെഡിങ് വേണം, അവരുടെ ടൈറ്റിൽ വേണം, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, പിന്നെ കറക്റ്റ് ഈ ഫോമാറ്റിലാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. ഇതിൽ UDID നമ്പർ ഉണ്ട്. അപ്പോൾ ഈ UDID നമ്പർ എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ. സോ ബേസിക്കലി UDID എന്ന് ഉദ്ദേശിക്കുന്നത് യുണീക്ക് ഡിസബിലിറ്റി ID കാർഡാണ്. സോ അതായത് ഇത്തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഉള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡാണ്. നമ്മുടെ ആധാർ കാർഡ്, അതായത് ഡിസബിലിറ്റിയുടെ ബെനിഫിറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളൊരു ആധാർ കാർഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. ഓക്കെ, സോ അപ്പോൾ ജോബ് റിസർവേഷന് വേണ്ടിയിട്ടും ട്രാവൽ കൺസെഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാനും ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം എൻ്റർ ചെയ്യുക. ഓക്കെ, സോ അതിനുശേഷം എപ്പോഴാണോ ഇതിൻ്റെ ഡേറ്റ് അത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന അതേ ടെക്സ്റ്റ്, ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ് ഈ മെഡിക്കൽ എക്സാമിനർ ഇത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തു, ഇന്നയാൾക്ക് ഇന്ന ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് അയാൾ ഡിക്ലെയർ ചെയ്യുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ആണിത്. നെയിം ഓഫ് ദി എഫക്റ്റഡ് ബോഡി പാർട്ട്, ഡയഗ്നോസിസ് ഏതാണ് എന്ന് ഈ തന്നിരിക്കുന്ന 20 എണ്ണത്തിൽ ഏത് ഡയഗ്നോസിസ് ആണ് വരുന്നത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും. അതിനുശേഷം എത്ര പെർസെൻറ്റേജ് ആണ് ഈ ഡിസബിലിറ്റി എന്ന് പറയുന്നതും ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം സിഗ്നേച്ചർ അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ ഓഫ് ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, മെഡിക്കൽ അതോറിറ്റിയുടെ സിഗ്നേച്ചർ. അപ്പോൾ ഇതാണ് ഫോം 5 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോ ഫോം 5 സിംഗിൾ ഡിസബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇനി ഫോം 6 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള അതേപോലെ തന്നെ വരുന്ന ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെയും നിങ്ങളുടെ ഏത് അതോറിറ്റി ആണോ ഇത് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് തരുന്നത് അവരുടെ പേര് ആൻഡ് അവരുടെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ ടൈറ്റിലിൽ വരുന്നത്. അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നോക്കുക, ഇവിടത്തേക്ക് വന്നു കഴിയുമ്പോൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഏതെങ്കിലും ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ 5ഉം ഇവിടെ നിങ്ങൾ 6ഉം കൂടെ 5ഉം 6ഉം കൂടെ നിങ്ങൾ കൊടുക്കുക. 5 and 6 ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ആ ബോക്സസ് കാണാൻ പറ്റും. ഒരു ടേബിൾ നേരത്തെ പറഞ്ഞിരുന്ന ആ 20 എണ്ണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ഇത് എൻലാർജ് ചെയ്ത് കാണിച്ചു തരാം. ലോക്കോമോട്ടർ ഡിസബിലിറ്റി, മസ്കുലർ ഡിസ്ട്രോഫി, ലെപ്രസി, ഡ്വാർഫിസം, സെറിബ്രൽ പാൾസി എന്നൊക്കെ പറഞ്ഞ അതേ ഡിസോർഡേഴ്സ് ഇവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് ഏത് ബോഡി പാർട്ടിലാണ് ഇത് എഫക്റ്റഡ് ആയിരിക്കുന്നത്, അതിൻ്റെ ഡയഗ്നോസിസ് എന്താണ്, അതിൻ്റെ റിസൾട്ട് ആൻഡ് ഓൾസോ അതിൻ്റെ ഡിസബിലിറ്റി പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെയാണോ വരുന്നത് അത് ടിക്ക് ബോക്സ് ചെയ്തിട്ട് അതേ മെഡിക്കൽ ടീം തന്നെയായിരിക്കും ഇതും നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്ത് തരുന്നത്. അവിടെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചറൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഞാൻ ഒന്നും കൂടി എടുത്ത് പറയട്ടെ, ഇതിൽ SSCയുടെ പുതിയ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ തംബ്നെയിൽ കണ്ടിട്ട് അങ്ങനത്തെ വീഡിയോസ് കണ്ട് നിങ്ങൾ ടെൻഷൻ ആവരുത്. പുതിയ മാറ്റങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് അതിൻ്റെ പ്രോസസ്സ് കുറച്ചും കൂടെ സിംപ്ലിഫൈ ആയതാണ്. സോ ഇത് ആക്ച്വലി നമുക്ക് ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസബിലിറ്റീസ് ഉള്ളവർ ഒക്കെ അത് ക്ലെയിം ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഏജ് റിലാക്സേഷൻ്റെ കാര്യം കൂടെ ഞാൻ ഒന്നും കൂടി എടുത്തു പറയുന്നു. സോ ഏജ് റിലാക്സേഷൻ്റെ 10 വർഷമാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുക. OBC വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 13 വർഷം, 15 വർഷം ജനറൽ SC ST വിത്ത് ഡിസബിലിറ്റി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ.
ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതേ ഫോമാറ്റിൽ തന്നെ നിങ്ങൾ കൊടുക്കുക ഇനി വരുന്ന എക്സാമിനേഷന്. അതുകൊണ്ട് തന്നെ റിജക്ഷൻസും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കൺഫ്യൂഷൻസും വളരെ കുറവായിരിക്കും. പിന്നെ ബാക്കി ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളൂ. സോ SSCയുടെ ആപ്ലിക്കേഷൻ വിൻഡോസ് അടുത്ത സൈക്കിൾ തൊട്ടുള്ള എക്സാമിനേഷൻസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഡിസംബർ എൻഡൊക്കെ ആകുമ്പോഴേക്കും ആപ്ലിക്കേഷൻ നമ്മുടെ കാലണ്ടർ റിലീസ് ആവുന്നതായിരിക്കും. സോ 2025-26ലേക്കുള്ള 25-26ലേക്കുള്ള ഏകദേശം 1-2 എക്സാംസ് മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ. 26 വരെയുള്ള മുതലുള്ള എക്സാംസ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡിസംബർ തൊട്ടിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡിസംബറിൽ നമ്മുടെ കാലണ്ടർ വന്നതിന് ശേഷം നമുക്ക് ഏകദേശം ഇതേ സൈക്കിൾ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു മാർച്ച് ഏപ്രിലിലൂടെയൊക്കെ നമ്മുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആനുവലി എല്ലാ വർഷവും ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് നടക്കാറുള്ള എക്സാംസ് ആണ് SSCയുടെ എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്നും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിനെപ്പറ്റി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോമെൻ്റ് ആയിട്ട് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ നമ്മുടെ കോഴ്സസ് SSCയുടെ എല്ലാ ക്ലാസ്സസിനും എല്ലാ എക്സാംസിനും അവൈലബിൾ ആണ്. നമ്മൾ ലൈവ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, ലൈവ് ക്വിസസ് ഉണ്ട്, മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. സോ ഈ ഒരു കാര്യം ജസ്റ്റ് ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.